പേരുകളാണ്, പല ജാതി അസുഖങ്ങളും ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കരുതും മറ്റുള്ളവർക്കാണ് അസുഖങ്ങൾ, എനിക്കില്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പം എന്നൊരു കുറഞ്ഞ സമയം നിങ്ങൾ ഇത് കേൾക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ബോധേഡാവും എന്റെ ഹെൽത്തും ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. കാരണം നമ്മളൊരു ജീവിതശൈലി അത്രത്തോളം മാറിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് അത് ബാധിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് അതിന് വേണ്ട ഒരു പെർമനന്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. കമ്പനിയുടെ വെൽനസ് അഡ്വൈസർ ആയിട്ടുള്ള ഫവാസ് അബ്ദുൾ റഷീദ് സാറാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പം സാർ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഫവാസ് സാർ, പ്ലീസ് വെൽക്കം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സഹീർ സാർ ഓഡിബിൾ അല്ലേ? യെസ് സാർ, ഓക്കെ ആണ്. വീഡിയോ വിസിബിൾ അല്ലേ? യെസ് യെസ് യെസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ നൈസ് വെൽക്കം. പേര് അദ്ദേഹം പരിചയപ്പെടുത്തി, ഫവാസ് എന്നാണ്. സ്വദേശം കോട്ടയമാണ്. കഴിഞ്ഞ ഏകദേശം 5 വർഷക്കാലമായിട്ട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെക്ടറിൽ വർക്ക് ചെയ്ത് വരുന്നു. ഇന്ന് കൃത്യസമയത്ത് തന്നെ ചിലപ്പോൾ മേ ബി ഒരു ഫേസ്ബുക്ക് സന്ദേശമോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് സന്ദേശമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബന്ധപ്പെട്ട നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഏറ്റവും അധികം വെൽവിഷർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ക്ഷണം സ്വീകരിച്ചിട്ടായിരിക്കാം ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടാവുക. നിങ്ങളെ ഓരോരുത്തരെയും എന്റെ ഹൃദ്യമായിട്ടുള്ള എന്റെ വ്യക്തിപരമായിട്ടുള്ള പേരിൽ നിങ്ങളെ ഓരോരുത്തരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ആ സുഹൃത്തോ നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തി പറഞ്ഞിട്ടുണ്ടാവുക, നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു വ്യക്തത കിട്ടുന്ന ഒരു പ്രോഗ്രാം അറ്റൻഡ് എന്നായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക. എന്ത് തന്നെയാണെങ്കിലും വരുന്ന ഒരു 30 to 35 മിനിറ്റ്സ് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ശ്രദ്ധയെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. സോ ഇന്ന് അദ്ദേഹം ഒരു ഇൻട്രൊഡക്ഷനിൽ സഹീർ സാർ പറഞ്ഞു, നമ്മൾ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 2, 3, 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോവിഡ് എന്ന് പറഞ്ഞൊരു പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ എല്ലാവരും തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ആരും പൂർണ്ണ ആരോഗ്യവാന്മാരാണ് അല്ല എന്ന് തിരിച്ചറിഞ്ഞു. അതുവരെയും രോഗങ്ങളില്ലല്ലോ, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് ആ ഒരു തിരിച്ചറിവോടുകൂടി പല ആളുകൾക്കും കോവിഡ് എന്ന് പറയുന്ന പാൻഡമിക് സിറ്റുവേഷനിൽ കൊറോണ വൈറസ് അഫക്ട് ചെയ്യുകയും, ഇന്ന് നമ്മളെല്ലാം ഒരുപക്ഷെ ഭാഗ്യവാന്മാരാണ്, കാരണം നമ്മളൊക്കെ അതിനെ സർവൈവ് ചെയ്ത ആളുകളാണ്. പക്ഷെ നമ്മൾപ്പെട്ട ഒരുപാട് ആളുകൾ ഇന്ന് ഈ ഭൂമിയിലില്ല. പല സിറ്റുവേഷൻസിലൂടെ കടന്നുപോയ സമയത്ത് അവർക്ക് പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ആ സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞു എന്താണ്, നമ്മൾ ആരും അല്ല എന്നുള്ളതാരും തിരിച്ചറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു 30 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്കൊരു ഒരു ബ്രീഫ് ആയിട്ടുള്ള നിങ്ങളുടെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യം ഒരു ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ കിട്ടുന്നുണ്ടായിരിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങൾക്ക് വ്യക്തമാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാനോ, ചിലപ്പോൾ ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ ഒന്ന് എഴുതിയെടുക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു PPT ഷെയർ ചെയ്യാം. അതാകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരു റെപ്രസെന്റേഷനിലൂടെ, ഒരു ഇമേജസിലൂടെ ഒക്കെ ഞാൻ ഒന്ന് കവർ ചെയ്ത് പോകാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാവുന്നുണ്ടായിരിക്കും. സഹീർ സാറ് സ്ക്രീൻ വിസിബിൾ ആണോ സാറേ? യെസ് യെസ് യെസ്, കണ്ടിന്യൂ. ഓക്കെ. സോ ഒരിക്കൽ കൂടി ഈ ഒരു വൈകിയ വേളയിലും ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിട്ടുള്ള മുഴുവൻ വ്യക്തികളെയും ഇന്നത്തെ ഈ ഒരു ഹെൽത്ത് അവയർനെസ് സെമിനാറിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി നമ്മൾക്ക് ഒരുപാട് തിരിച്ചറിവുകൾ തന്നല്ലേ. ആ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ആരോഗ്യവാന്മാരാണ് എന്ന് കരുതിയിരുന്ന ആളുകളാണ്, പക്ഷെ തിരിച്ചറിവുകൾ ഒരുപാട് നമുക്ക് ലഭിച്ചു. ആ സമയത്താണ് നമ്മൾ ഈ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിയുടെ ആവശ്യകതയെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. അതുവരെയും ഇമ്മ്യൂണിറ്റി എന്താണെന്ന് അറിവില്ലാത്ത ഒരുപാട് ആളുകൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് പത്രമാധ്യമങ്ങളിലും ആരോഗ്യ വകുപ്പിന്റെ ന്യൂസ് ലെറ്റേഴ്സിൽ നിന്നൊക്കെ അറിഞ്ഞ്, അല്ലെങ്കിൽ ആ ഒരു അറിവൊക്കെ പ്രകാരം അവരെന്താ മഞ്ഞളിട്ട് വെള്ളം കുടിക്കുന്നു, തിളപ്പിക്കുന്നു, അല്ലെങ്കിൽ പല പല കരിഞ്ജീരകം പെരുംജീരകം ഒക്കെ അവർ കൺസ്യൂം ചെയ്തു, കൂടുതലായിട്ട് കുരുമുളക് കുക്കിങ്ങിൽ യൂസ് ചെയ്യുന്നു. എന്തിനാണ്? ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒരു ഇമ്മ്യൂണിറ്റി എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സിംപിളി ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ഇമ്മ്യൂണിറ്റി ഈസ് ബോഡീസ് എബിലിറ്റി ടു ഫൈറ്റ് വൈറസ് ആൻഡ് ബാക്ടീരിയ ഡിസീസ് എന്ന് പറയും. നമ്മുടെ ശരീരത്തിലുള്ള അതിനെയും ശരീരത്തിന് പുറത്തു നിന്ന് വരുന്നതിനെയും തിരിച്ചറിഞ്ഞ് റെക്കഗ്നൈസ് ചെയ്ത് ശരീരത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്നതിന്, നമുക്ക് ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ളതിനെ ഫൈറ്റ് ചെയ്യാനുള്ള ബോഡിയുടെ ഒരു സങ്കീർണമായിട്ടുള്ള ജൈവ ഘടനയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്.
ഇമ്മ്യൂണിറ്റിയെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അഡൽസിലാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനകത്ത് കാണാം. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ജന്മനാ നമുക്ക് ലഭ്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ്. അതിനെയാണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത്. പറയും നല്ല ഭക്ഷണവും അല്ലെങ്കിൽ നല്ല വ്യായാമവും യോഗയും മെഡിറ്റേഷൻസും ഒക്കെ ചെയ്തുകൊണ്ട് ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ് റാപ്പിഡ് ആയിട്ടുള്ള റെസ്പോൺസ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ വൈറസ് ഒക്കെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ് റാപ്പിഡ് ആയിട്ട് അതിനെതിരെ ആക്ട് ചെയ്യുന്നതും അവിടെ ഫൈറ്റ് ചെയ്യുന്നതും. പക്ഷെ ഇത് എന്താ ഒരു സ്പെസിഫിക് അല്ല. ഏതുതരം വൈറസ് വന്നാലും അതിനെ റാപ്പിഡ് ആയിട്ട് സിമ്പിൾ ആയിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. രണ്ടാമത്തെ ഇമ്മ്യൂണിറ്റി അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ഇത് സ്പെസിഫിക് ആണ്. ഒരിക്കലും നമ്മുടെ ബോഡിയിലേക്ക് ഹാംഫുൾ ആയിട്ടുള്ള വൈറസ് വന്നു കഴിഞ്ഞാൽ ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി അതിന്റെ ഫീച്ചേഴ്സിനെയും അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കും. അടുത്ത സമയത്ത് ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ ആൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ആ രീതിയിൽ സ്പെസിഫിക് ആയിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും. ഈ ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ വാക്സിനേഷൻസ് വഴിയും നമ്മുടെ ഇമ്മ്യൂണൈസേഷൻസ് വഴിയൊക്കെ നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ എടുക്കേണ്ടത്. സോ ഓരോ വൈറസിന്റെയും ക്യാരക്ടറിസ്റ്റിക്സിനെ മനസ്സിലാക്കിയിട്ട് ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. സോ ഇങ്ങനെ നമ്മൾ എന്താ നമ്മുടെ ബോഡിയെ പ്രിവെന്റ് ചെയ്യണം അല്ലെ, ആരോഗ്യത്തിൽ നിന്നും അല്ലെങ്കിൽ രോഗങ്ങൾ ഇല്ലാതെ നല്ല പൂർണ്ണ ആരോഗ്യത്തോടിരിക്കാനായിട്ട് ബോഡിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ ഇല്ലാത്ത അവസ്ഥ എന്നാണ് നമ്മൾ പൂർണ്ണ ആരോഗ്യം ആണെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ പൂർണ്ണ ആരോഗ്യം അല്ലെങ്കിൽ സൗഖ്യം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ വെൽനസ് എന്നൊക്കെ പറയുന്നത് ലോകാരോഗ്യ സംഘടനയുടെ ഡെഫിനിഷൻ പോലും പറയുന്നത് വെൽനസ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് എന്നാണ്. രോഗമില്ലാത്ത ഒരാള് പൂർണ്ണ സൗഖ്യത്തിലാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ എൻവയോൺമെന്റൽ, അതായത് നമ്മുടെ പാരിസ്ഥിതികപരമായിട്ടുള്ള, ഇമോഷണൽ വൈകാരികപരമായിട്ടുള്ള, ഫിനാൻഷ്യൽ സാമ്പത്തികപരമായിട്ടുള്ള, സോഷ്യൽ സാമൂഹികപരമായിട്ടുള്ള, സ്പിരിച്വൽ ആത്മീയപരമായിട്ടുള്ള, ഒക്കുപേഷണൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള, ഫിസിക്കൽ ശാരീരികമായിട്ടുള്ള, ഇന്റലക്ച്വൽ ബുദ്ധിപരമായിട്ടുള്ള ഈ എല്ലാ സ്റ്റേറ്റ്സിലും അവർ പൂർണ്ണ ശരീരത്തിന് ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാത്രമല്ല ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സിലും അവർ ആരോഗ്യത്തോടിരിക്കുകയാണെങ്കിൽ മാത്രമേ ഒരു വ്യക്തി സൗഖ്യത്തിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ തന്നെ ചിന്തിച്ചോണം, നല്ല ജിമ്മൊക്കെ ആയിരിക്കും, പക്ഷെ സാമ്പത്തികമായിട്ട് വലിയ കടബാധ്യതയിൽ വലിയ സ്ട്രെസ് ഒക്കെ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും അദ്ദേഹം സൗഖ്യത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് നമ്മൾ ഇന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പൊ പഴയ തലമുറ ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി, നമ്മുടെ പൂർവികർ ഇപ്പോ പിതാവ് അല്ലെങ്കിൽ പിതാമഹന്മാരല്ലേ ഒന്നോ രണ്ടോ ജനറേഷൻ ബാക്ക്, ഒരു 10, 40, 50 വർഷം ബാക്കിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ തലമുറ ആരോഗ്യത്തോടുകൂടി ആയുസ് ഉള്ളിടത്തോളം കാലം നല്ല ആരോഗ്യത്തോട് ജീവിച്ചിരുന്നു. വാർദ്ധക്യ സഹജമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അവര് എന്തെങ്കിലും 1-2 മാസമൊക്കെ വയ്യായികയൊക്കെ വന്നിട്ട് മരണപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. അവരുടെ ജീവിതം നമ്മളെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവര് നല്ല അവരുടെ വീട്ടുവളപ്പിലുണ്ടാകുന്ന കാച്ചിലും ചേമ്പും മരച്ചീനിയും അല്ലെങ്കിൽ അതുപോലുള്ള ഓർഗാനിക് ആയിട്ടുള്ള അവർ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്ന, കായികമായിട്ട് അധ്വാനിച്ച് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നു. ഫാമിലിപരമായിട്ട് സൊസൈറ്റിയുമായിട്ട് നല്ല നന്നായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. അവർ ഈ റേഡിയേഷൻ ഫ്രീ ആയിട്ടുള്ള ചുറ്റുപാടിലൊക്കെ ആയിരുന്നു ജീവിച്ചത്. അതുകൊണ്ട് ലിവിങ് ലോങ് ആയിരുന്നു, ഡൈയിങ് ഷോർട്ട് ആയിരുന്നു. പക്ഷെ നമ്മൾ ഇന്നത്തെ തലമുറ എടുത്ത് പരിശോധിച്ച് നോക്ക്. നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പം ഒരുപാട് പാരന്റ്സ് ഒക്കെ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ മക്കള് ചെറിയ KG ക്ലാസ്സിലോ UP ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾ പോലും വൈകുന്നേരം വരുമ്പോൾ ഉപ്പ ഉമ്മ അല്ല അച്ഛൻ അമ്മ എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ബോർഡിൽ നോക്കുമ്പോൾ ബുദ്ധിമുട്ട്, തലവേദന എടുക്കുന്നു, പല ബുദ്ധിമുട്ടുകളെ പറ്റി പറയാനല്ലേ. ചെറിയ പ്രായത്തിലെ നമ്മൾ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ബാക്കിയുള്ള കാലം ഇപ്പൊ മെഡിക്കൽ സയൻസ് ഒക്കെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ആയുസ് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ ആയുസ് ഉള്ളിടത്തോളം കാലം നമ്മൾ മരിച്ച് ജീവിക്കുകയാണ്. ടാബ്ലറ്റ്സിനും ഈ പറയുന്ന ഇൻസുലിനും മറ്റ് മെഡിസിൻസിനും ഒക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്താണെന്ന് ഇന്നത്തെ ആ തലമുറയുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. എന്താ, പ്രോപ്പറായിട്ട് റെസ്റ്റ് ഇല്ല, കഴിക്കുന്ന ഫുഡ് ഫാസ്റ്റ് ഫുഡാണ്, സമയത്ത് കഴിക്കില്ല, നമ്മൾ മെഡിസിൻസിനെയാണ് എപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ചെറിയ കാലം മാത്രമേ നമ്മൾ നല്ല ആരോഗ്യത്തിന് ജീവിച്ചിരുന്നു, ബാക്കിയുള്ള കാലം നമ്മൾ മരിച്ച് ജീവിക്കുകയാണ്. ഇന്നത്തെ അവസ്ഥ ഇതാണ് എന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നാളത്തെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചു. ഈ ലിവിങ് ലോങ്ങും നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന പഴയ തലമുറയെ നമ്മൾ നോക്കിയാലും അവർക്കും അസുഖം ഇല്ലാതിരുന്ന് അല്ലെങ്കിൽ അവർക്ക് അസുഖങ്ങളെ ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല.
മറിച്ച് അവരിലും ആ തലമുറയിലും രോഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ രോഗങ്ങളെ നമ്മൾ ഇത് പരിശോധിക്കുകയാണെങ്കിൽ പഴയ ആളുകൾ വന്നിരുന്ന മലേറിയ, ട്യൂബർക്ലോസിസ്, കഫ്, ഡിഫ്തീരിയ, ചിക്കൻ പോക്സ്, പ്ലേഗ്, ഫ്ലൂ, കോളറ പോലുള്ള അസുഖങ്ങളായിരുന്നു. അവയെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവയൊക്കെ മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ്, വെള്ളത്തിലൂടെ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലൂടെ ഉണ്ടാവുന്ന കീടാണുവിലൂടെ ഇതിലൂടെയൊക്കെ ഉണ്ടാവുന്ന അസുഖങ്ങളായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോഴത്തെ കറന്റ് സിനാരി, ഇപ്പോഴത്തെ ഒരു തലമുറ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തലമുറയെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, കാർഡിയോ വാസ്കുലർ ഡിസീസ്, CVD, ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ക്യാൻസർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഓസ്റ്റിയോപ്രോസിസ്, അൾഷിമേഴ്സ്, സ്ട്രോക്ക്, ആസ്മ, ഒബിസിറ്റി, ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങളാണ്. ഈ രോഗങ്ങളെല്ലാം തന്നെ മെഡിക്കൽ സയൻസ് ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയും, ജീവിതശൈലി രോഗങ്ങൾ. ആ പേരിനകത്ത് തന്നെ കാരണമുണ്ട്. കാരണം ഈ രോഗങ്ങൾ ഉണ്ടാവാൻ കാരണം നേരത്തെ ഞാൻ പറഞ്ഞ ബാക്ടീരിയോ, വൈറസോ, അല്ലെങ്കിൽ മലിനജലത്തിലൂടെ ഉണ്ടായ കീടാണോ, അല്ലെങ്കിൽ എലിയോ, അല്ലെങ്കിൽ പന്നിയോ, ഇതൊന്നും അല്ല. മറിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, നമ്മുടെ ജീവിത ശൈലിയാണ്. ദ വേ വി ലിവ്. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഭക്ഷണ സംസ്കാരം മാറി, നമ്മുടെ വാട്ടർ ഇൻടേക്ക് മാറി, പൊല്യൂഷൻ, റേഡിയേഷൻ, സ്ട്രെസ്, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ ഇന്ന് നമ്മുടെ തലമുറയിൽ ജീവിതശൈലി രോഗങ്ങളാണ് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ രോഗങ്ങൾ കാരണം ഞാൻ പറഞ്ഞു, പലപ്പോഴും ഭക്ഷണ രീതി ജീവിതശൈലിയിൽ വലിയൊരു ഫാക്ടറാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ഒരു 2 ഫേസസ് ആയിട്ട് വേണം നമുക്ക് ആരോഗ്യത്തിന്റെ ആസ്പെക്റ്റില്, ഹെൽത്തിന്റെ ആസ്പെക്റ്റില് നമുക്ക് നമ്മുടെ ഒരു സ്റ്റേജസ് ഓഫ് ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, ആരോഗ്യപരമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് നമുക്ക് പറയാൻ പറ്റും. 2, അസുഖങ്ങളുള്ള ഒരു വ്യക്തി. നമ്മൾ കോമൺ ആയിട്ട് ഹെൽത്തിന്റെ ആസ്പെക്ട്സിൽ 2 രീതിയിലല്ലേ പറയുന്നത്. ഈ ആരോഗ്യമുള്ള ഒരു വ്യക്തി അദ്ദേഹം അസുഖമുള്ള ഒരു ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡർ സ്റ്റേജിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിന് പ്രതിദിനം 44ലധികം മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് വേണം. കാർബോഹൈഡ്രേറ്റ്, വാട്ടർ ഒക്കെ തുടങ്ങിയ മാക്രോ ന്യൂട്രിയൻസ്, ചെറിയ ക്വാണ്ടിറ്റിയിൽ വേണ്ടുന്ന വൈറ്റമിൻസ്, ആന്റി ഓക്സിഡൻസ്, റെസ്വറട്രോൾ തുടങ്ങിയ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ വേണം. ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തിലൂടെയും ജലത്തിലൂടെയും അന്തരീക്ഷത്തിൽ നിന്നൊക്കെയാണ് കിട്ടേണ്ടത്. നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറുന്നതനുസരിച്ച്, നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ മാറുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിലേക്ക് വരുന്നു. ശരീരത്തിന് ആവശ്യമുള്ളത് കിട്ടാതെ വരുന്നു. സ്വാഭാവികമായിട്ടും ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ആയിരിക്കും കാലാന്തരത്തിൽ ലോങ് പീരീഡിൽ നമുക്ക് ഈ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമ്മൾ ഡിസീസ് സ്റ്റേജിലേക്ക് മാറും, രോഗിയായിട്ട് മാറും. രോഗിയാവുമ്പോൾ നമ്മൾ എന്താ സാധാരണ ചെയ്യുക? നമ്മൾ നേരെ ഒരു ഹോസ്പിറ്റലിൽ പോകും, ഡോക്ടറെ കാണും, മെഡിസിൻസ് വാങ്ങും, അല്ലെങ്കിൽ ലാബിൽ പോയി ടെസ്റ്റുകൾ എടുക്കും, മെഡിസിൻസ് ഒക്കെ വരും, ഫാർമസി. കുറച്ച് നാൾ കഴിക്കുമ്പോൾ നമ്മൾ ആ രോഗത്തിൽ നിന്ന് മാറും, അല്ലെ? ഫാർമാസ്യൂട്ടിക്കൽ, നിങ്ങൾ ഈ ഒരു യെല്ലോ ബോർഡ് ശ്രദ്ധിച്ചാൽ മതി. ഫാർമാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, ഡോക്ടേഴ്സിനെയൊക്കെ പോയി കാണുമ്പോൾ അവർ മെഡിസിൻസ് തരും. നമ്മൾ ഈ മെഡിസിൻ എടുക്കുമ്പോൾ നമ്മൾ ഡിസീസിൽ നിന്ന് മാറും, പക്ഷേ പൂർണ്ണമായിട്ടും ഹെൽത്തി സ്റ്റേജിലേക്ക് വരുന്നില്ല. ഡയബറ്റീസിന്റെ ഡോക്ടറെ പോയി കണ്ടു ഇൻസുലിൻ എടുക്കുന്ന ഒരു വ്യക്തി പൂർണ്ണമായിട്ടും നോൺ ഡയബറ്റിക് അല്ലെ ആ ഒരു ഹെൽത്തി സ്റ്റേജിലേക്ക് വരുന്നുണ്ടോ? ഇപ്പൊ ഒരു സ്ട്രോക്കോ അല്ലെങ്കിൽ ഒരു മൈനർ ആയിട്ടൊരു അറ്റാക്ക് വന്നു, ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഇപ്പം ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത് കുറെ നാൾ മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ചു. അദ്ദേഹം ബിഫോർ അറ്റാക്ക് ഒരു ഹെൽത്തി സ്റ്റേജിൽ ഉള്ള ആ ഒരു സ്റ്റേജിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ? ഇല്ല. രോഗവിമുക്തനായി എന്നേ ഉള്ളൂ. പക്ഷേ ഈ രോഗവിമുക്തനായി എന്ന് പറഞ്ഞ് നമ്മൾ പൂർണ്ണ ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെയാണ് നമുക്ക് ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ പ്രസക്തി ഇരിക്കുന്നത്. ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ മെഡിസിൻസ് അല്ല പ്രൊവൈഡ് ചെയ്യുന്ന, ഗുഡ് ഫുഡ് ആണ്. ഓർഗാനിക് ആയിട്ടുള്ള ശരീരത്തിന് ആവശ്യമുള്ള മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഭക്ഷണ രീതിയിലൂടെ, ഓർഗാനിക് ഫുഡിലൂടെ ഈ ഫുഡ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ, നമ്മളിപ്പം മെഡിസിൻസ് ഒക്കെ കഴിച്ച് ഒരു ഡെഫിഷ്യൻസി സ്റ്റേറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഈ ഡെഫിഷ്യൻസി സ്റ്റേജിൽ നിന്ന് നമ്മൾ തിരിച്ച് ഹെൽത്തി സ്റ്റേജിലേക്ക്, പൂർണ്ണ ആരോഗ്യമുള്ള സ്റ്റേജിലേക്ക് വരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ഫുഡ് മാത്രമല്ല കേട്ടോ, ഒരു വ്യക്തി പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഫുഡ് ഒരു മെയിൻ ഫാക്ടറാണ്. അതുപോലെ തന്നെ ഞാൻ ഈ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന 4 ലെറ്റേഴ്സ് ഒന്ന് ഓർത്തിരിക്കുക. ഏണെന്ന് ഓർത്തിരിക്കാം. ഈ 4 ഫാക്ടേഴ്സും ഒരു ഒപ്റ്റിമൽ ഹെൽത്തിന് അനിവാര്യമാണ്. ഒന്ന്, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, അഡ്വക്കേറ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള എയറോബിക് ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ഡെയിലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതി, മനോഭാവം, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ബുക്സും നല്ല വീഡിയോസും ഒക്കെ കാണുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നമുക്ക് എത്താൻ പറ്റും. അഡ്വക്കേറ്റ് റെസ്റ്റ്. ഇന്നത്തെ ഈ ഒരു ഫാസ്റ്റ് മൂവിങ് ജനറേഷൻ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ്. റെസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഉറക്കം. ഒരു അഡൾട്ടിനെ സംബന്ധിച്ച് സ്റ്റഡീസ് പറയുന്നത് അദ്ദേഹം നല്ല പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ പ്രതിദിനം 7 മുതൽ 9 മണിക്കൂർ അവർ ഉറങ്ങിയിരിക്കണം, റെസ്റ്റ് എടുത്തിരിക്കണം.
ചെറിയ കുട്ടികൾ, ഇൻഫാന്റ് ബേബീസ്, ഒരു 3 മാസത്തിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ 14 മുതൽ 17 മണിക്കൂർ പ്രതിദിനം അവർ ഉറങ്ങിയിരിക്കണം. ഒരു 4 മാസം മുതൽ ഒരു 11, 12, ഒരു വയസ്സിനകത്തുള്ള കുട്ടികളാണെങ്കിൽ 12 മുതൽ 15 മണിക്കൂർ അവർ ഉറങ്ങിയിരിക്കണം. ഒരു 1 to 2 ഇയേഴ്സിനകത്തുള്ള കുട്ടികളാണെങ്കിൽ 11 മുതൽ 14 മണിക്കൂർ പ്രതിദിനം അവർ ഉറങ്ങിയിരിക്കണം. ഒരു അഡൽട്ടിനെ സംബന്ധിച്ച് മിനിമം 7 മുതൽ 8 മണിക്കൂർ നമുക്ക് ബോഡിക്ക് റെസ്റ്റ് കിട്ടിയിരിക്കണം. ബോഡിയിൽ ഡീടോക്സിഫിക്കേഷനും അതുപോലുള്ള ആക്ടിവിറ്റീസ്, റെജുനേഷൻസ് ഒക്കെ നടക്കുന്നത് നമ്മൾ റെസ്റ്റിലേക്ക് പോകുന്ന സമയത്താണ്. അതോടൊപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോപ്പർ ന്യൂട്രീഷൻ. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് കിട്ടണം. ഈ ന്യൂട്രീഷൻസ് നമ്മുടെ ബോഡിയിൽ വലിയ രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് ഞാൻ ഈ നെക്സ്റ്റ് സ്ലൈഡ് നിങ്ങളൊന്ന് ഒരു ബേസിക് സയൻസ് ആണ്, പക്ഷെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. നമ്മുടെ ശരീരം, നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ഹ്യൂമൻ ബോഡി, എന്റെയും നിങ്ങളുടെയും ശരീരം. ഈ ശരീരം കുറെ ഹ്യൂമൻ ബോഡി സിസ്റ്റംസിനാൽ നിർമ്മിതമാണ്. സ്കെലിറ്റൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകൾ, കുറെ എല്ലുകൾ ചേർന്നൊരു സിസ്റ്റം ഉണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ശ്വസിക്കുന്ന മൂക്ക്, നമ്മുടെ ശ്വസന നാളി, അതുപോലെ തന്നെ നമ്മുടെ ലങ്സ്, ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ നാക്ക്, ടീത്ത്, അല്ലെങ്കിൽ മൗത്ത്, നമ്മുടെ അന്നനാളം, നമ്മുടെ ചെറുകുടല്, വൻകുടല്, നമ്മുടെ സ്റ്റൊമക്ക്, ഇതെല്ലാം അടങ്ങുന്ന ഒരു സിസ്റ്റമാണ്. അങ്ങനെ കുറെ സിസ്റ്റം ചേർന്നിട്ടാണ് നമ്മുടെ ബോഡി ഉണ്ടാവുന്നത്, അല്ലെ? ഈ ഓരോ സിസ്റ്റവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെ, ദഹന വ്യവസ്ഥ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ വായ്, പല്ല്, നാക്ക്, നമ്മുടെ അന്നനാളം, ചെറുകുടല്, വൻകുടല്, കുറെ ഓർഗൻസ് ചേർന്ന്, അവയവങ്ങൾ ചേർന്നിട്ടാണ് ആ ഒരു സിസ്റ്റം ഉണ്ടായത്. ഇനി ഓരോ ഓർഗൻസും കുറെ കലകളാൽ, ടിഷ്യൂസിനാൽ നിർമ്മിതമാണ്. ഈ ഓരോ ടിഷ്യൂസും കുറെ കോശങ്ങളാൽ, കോടിക്കണക്കിന് നമ്മുടെ മനുഷ്യ കണ്ണുകളിൽ കൊണ്ട് കാണാൻ പറ്റാത്ത കോശങ്ങളാൽ, സെൽസിനാൽ നിർമ്മിതമാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ സെല്ലാണ് അപ്പോൾ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഏറ്റവും ഫൗണ്ടേഷൻ. നമ്മളൊരു വീട് കെട്ടിപ്പൊക്കുന്നു, ചുടുകട്ട കൊണ്ടാണ് കെട്ടിപ്പൊക്കുന്നതെങ്കിൽ ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആ ചുടുകട്ടയാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ കോശങ്ങളുടെ ആരോഗ്യം നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ആരോഗ്യത്തിന് വളരെ വൈറ്റലായിട്ടുള്ള ഒരു റോൾ പങ്കുവഹിക്കുന്നു. ഈ കോശങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് വന്നാലോ സ്വാഭാവികമായിട്ടും ആ കോശങ്ങൾ അസോസിയേറ്റ് ചെയ്ത ആ സെൽസിന്, കലകൾക്ക് തകരാറ് വരും. ആ കലകൾ അസോസിയേറ്റ് ചെയ്യുന്ന ആ ഓർഗൻ, ആ അവയവത്തിന് തകരാറ് വരും. ആ അവയവം അസോസിയേറ്റ് ചെയ്തിട്ട് ആ അവയവ വ്യവസ്ഥയ്ക്ക് തകരാറ് വരും. ആ അവയവ വ്യവസ്ഥയ്ക്ക് തകരാറ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബോഡി മൊത്തത്തിൽ തകരാറിലേക്ക് എത്തും. സോ നമ്മുടെ സെൽസിന് പൂർണ്ണ ആരോഗ്യം, സെൽസ് ആണ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യം സെല്ലുലാർ ന്യൂട്രീഷൻ ആണ്. കോശങ്ങളുടെ തലത്തിൽ പോഷകങ്ങൾ കൊടുത്തുകൊണ്ട് നമുക്ക് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവും. പക്ഷെ ഇന്നത്തെ ഈ ഒരു ഫാസ്റ്റ് മൂവിങ് ലൈഫ് സ്റ്റൈലിൽ നമുക്കത് കിട്ടുന്നില്ല. കാരണം എവിടെയാണ് നമുക്ക് പിഴവ് സംഭവിച്ചത് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, പണ്ടുകാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലുണ്ടാക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ കപ്പ, കാച്ചില്, ചേമ്പ്, അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങള്, അതുപോലെ നല്ല ശരീരത്തിന് ആവശ്യമുള്ള ഔഷധ ഗുണമുള്ള ഭക്ഷണമായിരുന്നു അവർ കഴിച്ചിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ കഴിക്കുന്നത്, ഇപ്പോൾ ഏകദേശം 8:22 ഡിന്നർ കഴിച്ചിട്ടുള്ളവരുണ്ടാവും, കഴിക്കാൻ പോകുന്നവരുണ്ടാവും. എത്ര ആളുകൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും ഇന്ന് ഞാൻ കഴിച്ച ഡിന്നർ, അല്ലെങ്കിൽ കഴിക്കാൻ പോകുന്ന ഡിന്നർ വിഷരഹിതമാണ് എന്ന് പറയാൻ പറ്റും? സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ന് കഴിക്കുന്ന എല്ലാം തന്നെ സ്ലോ പോയിസൺ ആണ്. ഇത് തന്നെയാണ് 98% ലൈഫ് സ്റ്റൈൽ ഡിസീസിന് കാരണമാവുന്നത്. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് വൈറ്റമിൻസും മിനറൽസും ഒക്കെയാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് അത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുന്നുള്ളൂ. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത റിഫൈൻഡ് പ്രോഡക്ട്സും, മീറ്റും, അതുപോലെ സാൾട്ട്, ഷുഗർ, കൊളസ്ട്രോൾ, കഫൈൻ, ആൽക്കഹോൾ, ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് കൂടുതൽ കിട്ടുന്നത്. ഇവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയതും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഇന്നത്തെ തലമുറയിൽ ഈ ജീവിത ശൈലി രോഗങ്ങൾ കൂടി വരുന്നത്. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, യു ആർ വാട്ട് യു ഈറ്റ്. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതായിരിക്കും നമ്മുടെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നത്. നമുക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, പോഷകാഹാരങ്ങൾ കുറഞ്ഞ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ബോഡിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിലൊരു പ്രോബ്ലമാണ് ഓക്സിഡേഷൻ എന്ന് പറയും. ശരീരത്തിൽ നശീകരണ സ്വഭാവമുള്ള, ഇപ്പൊ നമ്മൾ ഒരു ആപ്പിൾ കട്ട് ചെയ്തിട്ട് ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ, ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ ആപ്പിളിന്റെ ആ കട്ട് ചെയ്ത ഫ്ലഷ് പാർട്ട് ബ്രൗണിഷ് കളറിലേക്ക് വരും, അല്ലെ? നമ്മൾ ഒരു ഇരുമ്പ് വലിച്ചെറിഞ്ഞ് അലക്ഷ്യമായിട്ട് പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 മാസം, 1 വർഷം കഴിയുമ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുമല്ലേ? ഇത് നശീകരണ സ്വഭാവമുള്ള ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുടെ അനന്തരഫലമാണ്. ഇതേ ഓക്സിഡേഷൻ നമ്മുടെ ബോഡിയിൽ നടക്കും. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്നുണ്ടാവും. സിംപ്ലി പറഞ്ഞു, കുറച്ച് സയൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷ ഞാൻ പറഞ്ഞില്ല. ഫ്രീ റാഡിക്കൽസ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന കുറച്ച് കണ്ടൻസ് ആണ് ഫ്രീ റാഡിക്കൽസ് എന്നുള്ളത്. ഈ ഫ്രീ റാഡിക്കൽസ് കാരണം നമ്മുടെ DNA പോലും ഡാമേജസ് വരുന്നുണ്ടായിരിക്കും.
ഏജിങ്. ഇപ്പം നമ്മുടെ പ്രായം കുറെ ഏജ്ഡ് ആയിട്ട് സംഭവിക്കുന്ന രോഗങ്ങൾ, പറയേണ്ട ഡയബറ്റീസ് പോലുള്ള, അറ്റാക്ക് പോലുള്ള, അല്ലെങ്കിൽ BP പോലുള്ള രോഗങ്ങൾ ഏർലി സ്റ്റേജിലെ നമുക്ക് വരും. ഏജിങ്ങിന് കാരണമാവുന്നു. ബോഡിയിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുന്നു. ഇപ്പൊ രക്തധമനികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ പറ്റുന്നുണ്ടാവും, ഈ ഇൻഫ്ലമേഷൻസ് കാരണം പ്ലേഗ്സ് ഫോം ചെയ്യും, നമുക്ക് ക്ലോട്ടുകൾ ഉണ്ടാവും. നമ്മുടെ ഹാർട്ടിൽ നിന്നും ബ്ലഡ് പമ്പ് ചെയ്യുന്ന ആർട്ടറീസിലോ അല്ലെങ്കിൽ വെയിൻസിലൊക്കെയാണ് ഈ പ്ലേഗ്സ് ഫോം ചെയ്യുന്നത്. ഹാർട്ട് അറ്റാക്കിന് വരെ കാരണമാവുന്നു. ഇനി നമ്മൾ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റത്തിനാണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും അല്ലെങ്കിൽ ഈ ആന്റി ഓക്സിഡൻസിന്റെ അറ്റാക്കും ഒക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ സ്ട്രോക്ക് പോലുള്ള, ബ്രെയിൻ ഡെത്ത് പോലുള്ള ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാവുന്നു. സിംപ്ലി പറഞ്ഞ് നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹാർട്ടിനെ നശിപ്പിക്കാൻ പോലും ഈ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഈ ഫ്രീ റാഡിക്കൽസിന് കാരണമാകും. നമ്മുടെ ഹാർട്ടിന്റെ ആ ഒരു റിതം ഉണ്ടല്ലോ, ഈ റിതമാണ് മരണം വരെയും നമ്മളെ നിലനിൽക്കും. ഈ റിതം ഇല്ലാണ്ടാക്കാനും ഹാർട്ട് ഫെയിലിയറിനൊക്കെ കാരണമാകുന്ന ഒരു കാര്യമാണ് ഈ ഓക്സിഡേഷൻ, അതുമൂലം ഉണ്ടാവുന്ന ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു, ഹാർട്ട് മാത്രമല്ല, ഒരുപാട് ശരീരത്തിലെ ഏതൊക്കെ അവയവങ്ങളെ ഇത് ബാധിക്കുന്നു അവിടെ എല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കിഡ്നിയിലാണ് ഫ്രീ റാഡിക്കൽസിന്റെ അറ്റാക്ക് ഉണ്ടാവുന്നതെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസസ് ഉണ്ടാവും. സ്കിന്നിനകത്താണെങ്കിൽ പ്രിങ്കിൾസ്, നമ്മുടെ എക്സിമ, സോറിയാസിസ് ഉള്ള സ്കിൻ ക്യാൻസർ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോയിന്റ്സിനാണെങ്കിൽ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസും ഓസ്റ്റിയോപൊറോസിസ് ഒക്കെ ഉണ്ടാവാൻ കാരണമൊന്നും ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇൻഫ്ലമേഷൻസും അതുപോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും ഒക്കെ ഉണ്ടാവാൻ കാരണമാകുന്നു. ബ്ലഡ് വെസൽസിനെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഹാർട്ട് അറ്റാക്കിനും ഹൈപ്പർ ടെൻഷനും വെരിക്കോസ് വെയിനൊക്കെ കാരണമാകുന്നു. ലങ്സിനെ ആണെന്നുണ്ടെങ്കിൽ അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ, ലങ് ക്യാൻസർ, ആസ്മയൊക്കെ ഉണ്ടാവാൻ കാരണം ബ്രെയിന്, ഐ, മൾട്ടി ഓർഗൻസ്, ഡയബറ്റീസിനും ഓരോ ഓർഗൻസിന്റെ ഫെയിലുവറിന് പോലും ഈ ഫ്രീ റാഡിക്കൽസിന്റെ അറ്റാക്ക് കാരണമാകുന്നു. സോ ഇതിനെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു പാർട്ടിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് രീതിയിൽ നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം. മെയിൻ ഒരു റീസൺ ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മുടെ പുവർ ഡയറ്റ്, നമ്മുടെ പോഷകാഹാരക്കുറവ് മെയിൻ ഒരു റീസൺ ആണ്. അതോടൊപ്പം മറ്റു കുറച്ച് റീസൺസ് ഉണ്ട്. അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് അല്ലെങ്കിൽ റേസ്, ഈ നട്ടുച്ച സമയത്ത് നമുക്ക് ഏൽക്കുന്ന സൂര്യരശ്മികൾ നമ്മുടെ ബോഡിക്ക് ഒരുപാട് ഹാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ, വായു മലിനീകരണം, മലിനീകരണം ഒരു കാരണമാകുന്നു. ടോക്സിൻസ്, കെമിക്കൽ ഏജൻസ് കാരണമാകുന്നു. സ്ട്രെസ് കാരണമാകുന്നു. സ്മോക്കിംഗ് കാരണമാകുന്നു. അതുപോലെ തന്നെ നമുക്ക് ആൽക്കഹോൾ കൺസപ്ഷൻ കാരണമാകുന്നു. ഇങ്ങനെ പല ഫാക്ടേഴ്സ് നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽ ഫോർമേഷന് കാരണമാകുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് നമ്മുടെ പുവർ ഡയറ്റ് അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ ഒഴിവാക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒഴിവാക്കാനുള്ള സൊല്യൂഷൻ ഉണ്ട്. നമ്മുടെ ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് ഈ ഓക്സിഡേഷനെ പ്രിവെന്റ് ചെയ്യാൻ ആന്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നമുക്ക് ഈ ഫ്രീ റാഡിക്കൽ ഫോർമേഷനെ ഒഴിവാക്കാൻ പറ്റും. എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പം ഈ നമ്മുടെ ബോഡിയിലെ ആന്റി ഓക്സിഡൻസിന്റെ ഒരു അളവുകോലാണ് ഒറാക് എന്ന് പറയും, ഓക്സിജൻ റാഡിക്കൽ അബ്സോർബൻസ് കപ്പാസിറ്റി. ഒരു FDA റെക്കമെൻഡ് ചെയ്യുന്ന ഒരു തോതെന്ന് പറഞ്ഞാൽ പെർ ഡേ നമുക്ക് ഒരു മനുഷ്യ ശരീരത്തിൽ 3000 മുതൽ 5000 ഒറാക് സ്കോറുള്ള ആന്റി ഓക്സിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫ്രീ റാഡിക്കൽ ഫോർമേഷനെയും ഓക്സിഡേഷനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. സോ എങ്ങനെ നമുക്ക് ഡയറ്റിലൂടെ ഈ ഒറാക്ക് കിട്ടുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ നന്നായിട്ട് അബണ്ടന്റ് ആയിട്ട് ഫ്രൂട്ട്സ്, ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. പ്രത്യേകിച്ച് ഡാർക്ക് കളർ ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാം. നമുക്ക് FDA റെക്കമെൻഡ് ചെയ്യുന്നത് പെർ ഡേ നമ്മൾ മിനിമം 5 വെറൈറ്റി എങ്കിലും ഫ്രൂട്ട്സ് കഴിക്കണമെന്നാണ്. 5 വ്യത്യസ്ത കളറിലുള്ള, വ്യത്യസ്ത രുചിയിലുള്ള, ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കണമെന്നാണ്. പക്ഷെ അത് പോസിബിൾ ആണ്? നമ്മുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നമുക്ക് ക്വൈറ്റ് ഇമ്പോസിബിൾ ആണ്. ഇനി പോസിബിൾ ആണേ തന്നെയും പുള്ളി കഴിക്കുന്ന പഴങ്ങളും പച്ചക്കറികളൊക്കെ മാരകമായിട്ട് വിഷാംശം അടങ്ങിയതാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ എന്താണ് ഒരു സൊല്യൂഷൻ? ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യം നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദ ആൻസർ ഈസ് റെഡി. എന്താണ് ആ ഉത്തരവ് ചോദിച്ചത്? ജസ്റ്റ് സപ്ലിമെന്റേഷൻ. ഭക്ഷണത്തിലൂടെ കിട്ടേണ്ട ഈ പോഷകാഹാരങ്ങളെ നമുക്ക് സപ്ലിമെന്റ്സിലൂടെ കിട്ടുന്നുണ്ടാവും. അത്തരത്തിൽ ഒരു ഇന്ത്യയിലെ തന്നെ വളരെ യുണീക്ക് ആയിട്ടുള്ള പേറ്റന്റഡ് ആയിട്ടുള്ള സപ്ലിമെന്റിനെ ഈ ഒരു മൊമെന്റിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇറ്റ്സ് നോൺ അതർ ദാൻ ഐ പൾസ് എന്ന് പറയുന്ന ഒരു പ്രീമിയം ബാലൻസ്ഡ് ഫ്രൂട്ട് ജ്യൂസ് ആണ്. പേര് പോലെ തന്നെ നമ്മുടെ പൾസ്, ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സുപ്പീരിയർ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. ഇനി എന്താണ് ഈ ഒരു ഐ പൾസ് എന്നും എന്തൊക്കെയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. ഐപൾസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഇമ്മ്യൂണോ മോഡുലേറ്റർ ആയിട്ടുള്ള ഒരു മൾട്ടി
ഫ്രൂട്ട് ജ്യൂസ് ആണ്. 15ഓളം ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഫ്രൂട്ട്സിന്റെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള സിനർജറ്റിക്കൽ കോമ്പിനേഷൻ ആണ്. 5ഓളം ബെറീസും 10ഓളം സീസണൽ ഫ്രൂട്ട്സും ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇത് ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. 2014 മുതൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനോടൊപ്പം ലോകത്ത് 44ലധികം രാജ്യങ്ങളിൽ ഈ ഒരു പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ഒരുപാട് സർവേ റിപ്പോർട്ട്സ് പ്രകാരം, ഒരുപാട് ക്ലിനിക്കൽ സ്റ്റഡി റിപ്പോർട്ട് പ്രകാരം ഒക്കെ പ്രൂവൺ ആയിട്ടുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള യാതൊരു വിധമായിട്ടുള്ള സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു ഉൽപ്പന്നമാണ്. ഒരു ബാലൻസ്ഡ് ജ്യൂസ് ഫ്രൂട്ട് ആണ് ഐപൾസ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ്. ഐപൾസിന്റെ പ്രധാന ചേരുവ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അസൈബറി. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ആന്റി ഏജിങ് സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ്. ഇത് ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന സൗത്ത് അമേരിക്കയിലെ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ, ബ്രസീലിലെ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ഒരു ഫ്രൂട്ട് കൂടിയിട്ടാണ്. ഇതിന്റെ ഒറാക് സ്കോർ ഞാൻ നേരത്തെ പറഞ്ഞു, ആന്റി ഓക്സിഡൻസിനെ അളക്കുന്ന ഒരു അളവുകോൽ ഒറാക് ആണെന്ന് പറഞ്ഞു. ഇതിന്റെ ഒരു ഒറാക് സ്കോർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1,02,700 ആണ്. ചിലപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ ഞാൻ പറയാം. നമ്മൾ സാധാരണ കഴിക്കുന്ന വത്തക്ക അല്ലെങ്കിൽ തണ്ണിമത്തൻ ഉണ്ടല്ലോ, ഈ തണ്ണിമത്തനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 1027 മടങ്ങാണ് നമ്മുടെ ഈ അസൈബറിയുടെ ഒറാക് സ്കോർ. 1 ഗ്രാം അസൈബറി കഴിച്ചാൽ അതിനോടൊപ്പം കോമ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1027 ഗ്രാം, 1 കിലോയിൽ കൂടുതൽ വത്തക്ക നമ്മൾ കഴിച്ചാൽ ഇതിന്റെ ന്യൂട്രീഷണൽ വാല്യൂ ഈക്വലന്റ് ആയിട്ട് വരുത്തുള്ളൂ. അത്രയും സൂപ്പർ ഫ്രൂട്ട് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ് അസൈബറി. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ 1 ഇമ്മ്യൂൺ സപ്പോർട്ടാണ്. ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള അമേരിക്കയുടെ നാസ അവരുടെ ആസ്ട്രോണട്സ് അഥവാ ശാസ്ത്രജ്ഞന്മാരെ റേഡിയേഷൻ ഫ്രീ ആയിട്ട്, റേഡിയേഷനിൽ നിന്നൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യാനും സ്കിന്നിനകത്ത് ക്യാൻസർ, അൾഷിമേഴ്സ് പോലുള്ള ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ അവരെ ഓവർകം ചെയ്യാനായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്തിരുന്ന AS10 എന്ന് പറയുന്ന സ്പേസ് ടെക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവയും ഈ അസൈബറിയാണ്. വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ ഒരു സപ്ലിമെന്റ് ആയിട്ട് ഒരുപാട് കമ്പനികളും അവരുടെ പ്രോഡക്ട്സിലൊക്കെ പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഈ അസൈബറി യൂസ് ചെയ്ത് വരുന്നു. ഇനി അസൈബറിക്ക് പുറമെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഏതാണെന്ന് കൂടി നമുക്ക് നോക്കാം. ഒന്ന് പൈനാപ്പിൾ. നമുക്കറിയാം ഒരുപാട് വൈറ്റമിൻസ് B1, B2, C, അതോടൊപ്പം ബ്രൊമാലിന്റെ ഒക്കെ ഒരു അബണ്ടന്റ് ആയിട്ടൊരു സോഴ്സ് ആണ് പൈനാപ്പിൾ. പിയർ പഴം ഡയറ്ററി ഫൈബർ റിച്ച് ആണ്. ബ്ലാക്ക്ബെറി ഡയറ്ററി ഫൈബറും ഒരുപാട് വൈറ്റമിൻസും മാംഗനീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് ഫ്രൂട്ട്സ് ബ്ലൂബെറി, പോംഗ്രാനൈറ്റ്, പൊട്ടാസ്യവും പോളിഫിനോൾസും ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. സ്ട്രോബെറി, ഫ്ലവനോയിഡ്സ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ആപ്പിൾ ഡേ കീപ്സ് എ ഡോക്ടർ അവേ എന്നാണ് പഴമക്കാർ പോലും പറയുന്നത്. ആപ്പിളിന്റെ കണ്ടൻസ് നന്നായിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള കണ്ടൻസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കിവി ഫ്രൂട്ട് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡൈജഷനെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന വൈറ്റ് ഗ്രേപ്പ് ഉണ്ട്. ചെറി ഉണ്ട്, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ചെറി. ബനാന, ഒരുപാട് വൈറ്റമിൻസിന്റെ ഒരു സോഴ്സ് ആണ് ബനാന. അതോടൊപ്പം തന്നെ കോൺഗേറ്റ് ഗ്രേപ്പ്, നമ്മുടെ ഹാർട്ടിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള റെസ്വെറോൾ, നമ്മുടെ ക്ലോട്ടിനെയൊക്കെ തടയാൻ ഹെൽപ്പ് ചെയ്യുന്ന റെസ്വെറോൾ അബൻഡന്റ് ആയിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കോൺഗേറ്റ് ഗ്രേപ്പ്. ഓറഞ്ച് ഉണ്ട്, മൾബറി ഉണ്ട്, തുടങ്ങി 10 സീസണൽ ഫ്രൂട്ട്സും 5ഓളം സൂപ്പർ ഫ്രൂട്ട്സും ബെറി ഫ്രൂട്ട്സുകളാണ് ഈ ഒരു ഐപ്പിൾസിനകത്ത്, ഇതിന്റെ ഒരു സിനർജറ്റിക്കൽ കോമ്പിനേഷനകത്ത് ഉള്ള കണ്ടൻസ് എന്ന് പറയുന്നത്. ഈ പ്രോഡക്റ്റ് ഐപ്പിൾസ് നമ്മുടെ ഹാർട്ടിനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. നേരത്തെ പറഞ്ഞു ഞാൻ റെസ്വെറോൾ നമ്മുടെ ബ്ലഡിനകത്ത് ക്ലോട്ട് ഉണ്ടാവാതിരിക്കാനും ഹാർട്ടിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഹാർട്ട് ഡിസീസിൽ നിന്നൊക്കെ നമുക്ക് പ്രിവെൻഷൻ ആയിട്ട് കിട്ടുന്നു. ഒരു വർഷത്തിൽ ഒരു 4 ബോട്ടിൽ ഐപ്പിൾസ് എങ്കിലും യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ശരീരത്തിന് ആവശ്യമുള്ള റെസ്വെറോൾ കിട്ടുമെന്നാണ് ക്ലിനിക്കലി സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. അതുപോലെ തന്നെ ക്ലോട്ടിൽ നിന്നും ബ്ലഡ് വെസൽസ് ഹാർഡൻ ആവാതിരിക്കാനും നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽ HDL LDL ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും BP ഒക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ ഐപൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആന്റി ഓക്സിഡന്റ് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള ഫ്രീ റാഡിക്കൽസിൽ നിന്നും ഓക്സിഡേഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. സെൽ മെംബ്രെയിൻസിനെ സ്ട്രെങ്തൻ ചെയ്യാനും ആന്റി ഓക്സിഡന്റ് നമ്പറിനെ എൻഹാൻസ് ചെയ്യാനൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ബോഡിയിൽ പ്രോട്ടീൻ ബിൽഡ് ചെയ്യാനും നമ്മുടെ ഇമ്മ്യൂൺ വ്യവസ്ഥയെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആക്കാനും ഇൻഫ്ലമേഷൻസിനെയൊക്കെ, നീർക്കെട്ടിനൊക്കെ ബോഡിയിൽ കുറയ്ക്കാനൊക്കെ ആയിട്ട് ഈ ഐപ്പിൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഐപ്പിൾസ് ഡെയിലി കൺസ്യൂം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ 3 ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടായിരുന്നു. ഡിഫൻഡ് ഫ്രീ റാഡിക്കൽസ് നിന്നും അവരുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി, അവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടാവും. ഡെലൈറ്റ്ഫുൾ ഹാർട്ട്, അവർക്ക് നല്ല ആരോഗ്യമുള്ള ഹാർട്ടിനെ പ്രദാനം ചെയ്യാനും ഈ ഐപ്പിൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഐപ്പിൾസിന്റെ ഡോസേജ് എങ്ങനെയാണെന്ന് നോക്കാം. പെർ ഡേ ട്വൈസ് 2 തവണ 30 ml വെച്ച് നമുക്ക് ഉപയോഗിക്കാം. പ്രിഫറബിളി ബിഫോർ മീൽസ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 60 ml ഐപ്പിൾസ് ഡെയിലി നിങ്ങൾ കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അപ് ടു 7,000 ഒറാക്ക്, 7,000 ഒറാക്ക് സ്കോർ നമുക്ക് ആന്റി ഓക്സിഡൻസ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു FDA റെക്കമെൻഡ് ചെയ്ത ഒരു പ്രതിദിനം നമ്മുടെ ശരീരത്തിൽ ആരോഗ്യകരമായിട്ട് നിൽക്കാനായിട്ട് 3,000 മുതൽ 5,000 ഒറാക്ക് സ്കോർ മതി. നമുക്ക് അതിൽ കൂടുതൽ 7,000 ഒറാക്ക് സ്കോർ ഈ 60 ml ഐപ്പിൾസിനകത്ത് തന്നെ കിട്ടുന്നുണ്ടാവും. സോ ഈ ഫ്രീക്വന്റ് ആസ്ക്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യങ്ങൾ നോക്കാം. ഇസ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ഡയബറ്റിക്സ്? സാധാരണ ഐപ്പിൾസ് മധുരമാണ്. ഐപ്പിൾസ് പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഉപയോഗിക്കാം. കാരണം ഇതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വാല്യൂ GI ലെസ് ദാൻ 30 ആണ്. നമ്മുടെ ടേബിൾ ഷുഗർ, നമ്മുടെ പഞ്ചസാരയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പഞ്ചസാര 70-ന് മുകളിലാണെങ്കിൽ ഇത് വളരെ കുറവാണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ഫ്ലക്ച്വേറ്റിംഗ് ഡയബറ്റീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ വിളിച്ച് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ച അഡ്വൈസേഴ്സ് ഉണ്ടാവും. അവരോട് ചോദിച്ചാൽ മതി. അവര് ഡോസേജിനകത്തൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി തരുന്നുണ്ടായിരിക്കും. 20 ml ട്വൈസ് എന്നുള്ള രീതിയിലൊക്കെ വ്യത്യാസങ്ങൾ തരുന്നുണ്ടാവും. അവരോട് ചോദിച്ചാൽ മതി. ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്ക് 100% ഉപയോഗിക്കാം. ഏജ് ലിമിറ്റ് ഉണ്ട്? ഒരു ഏജ് ലിമിറ്റും ഇല്ല. സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും നമുക്ക് ടിപ്പായിട്ട് അല്ലെങ്കിൽ ഡ്രോപ്സ് ആയിട്ട് നമ്മൾ ഐപ്പിൾസ് കൊടുക്കുന്നുണ്ട്. എങ്കിലും കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് ആഫ്റ്റർ 1 month, ഒരു മാസത്തിന് ശേഷം നിങ്ങൾക്ക് 2 ml 3 ml ഒക്കെ വെച്ച് കൊടുത്തു തുടങ്ങാൻ സാധിക്കും. ഡ്യൂറേഷൻ ഓഫ് ഇൻടേക്ക്, ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ നമ്മൾ എത്ര കാലം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അത്ര കാലം നമുക്ക് ഐപ്പിൾസ് ഉപയോഗിക്കാം. ടൈം, ഇൻടേക്ക് ടൈം പ്രിഫറബിളി ബിഫോർ ഫുഡ് ആണ്. ആഹാരത്തിന് മുമ്പാണ്, എംപ്റ്റി സ്റ്റൊമക്ക് ആണ്. പിന്നെ ചില സാഹചര്യങ്ങളിൽ ചില ഓട്ടോഇമ്യൂൺ ഡിസീസ് ലൈക്ക് സോറിയാസിസ്, SLA, അതുപോലെ തന്നെ ലോ വെയിറ്റ്, BP കുറവുള്ള അണ്ടർ വെയിറ്റ്, അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ആഫ്റ്റർ ഫുഡ് കഴിച്ച് ഒരു 1/2 hour to 45 minutes ശേഷം ഐപ്പിൾസ് യൂസ് ചെയ്യുന്നതായിരിക്കും സ്യൂട്ടബിൾ. പ്രഗ്നൻസി പീരീഡിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആഫ്റ്റർ 6 months കുട്ടിയുടെ വെയിറ്റും ഒക്കെ നോർമൽ ആണോ എന്ന് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. കാരണം പോഷകാഹാരങ്ങളാണല്ലോ. അപ്പം 100% ഉപയോഗിക്കാം. ഇത്തരത്തിൽ നമുക്ക് നല്ല ഭക്ഷണം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൊല്യൂട്ടഡ് ആണ്, കണ്ടാമിനേറ്റഡ് ആണ്. നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഈ പറയുന്ന ആന്റി ഓക്സിഡൻസ് കിട്ടണമെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഐപ്പിൾസ് നിങ്ങളുടെ ഹാബിറ്റിന്റെ ഭാഗമാക്കാൻ പറ്റും. ഒപ്പം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം, നമ്മൾ കുടിക്കുന്ന ക്ലോറിനേറ്റഡ് ഫ്ലൂറിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ആണ്, അതൊക്കെ ഒഴിവാക്കി നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാം. പരമാവധി പൊല്യൂഷൻസ് നിന്നും, എസ്പെഷ്യലി പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ പറയുന്നത് എയർ പൊല്യൂഷൻ പോലും ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്നു എന്നാണ് റീസെന്റ് ഉള്ള പഠനങ്ങൾ പറയുന്നത്. അപ്പം പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള, നല്ല സ്ട്രെസ് ഇല്ലാത്ത, പ്രത്യേകിച്ച് ഫൈനാൻഷ്യലി ജോലി സംബന്ധമായിട്ടുള്ള ഓവർനൈറ്റ് ഒക്കെ IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലുള്ള ജോലികളൊക്കെ ചൂസ് ചെയ്യുക. സ്ട്രെസ് ഇല്ലാതെ റേഡിയേഷൻ പരമാവധി ഒഴിവാക്കി നിർത്തുക. നമ്മളെ കൊണ്ട് പൂർണ്ണമായിട്ടും മൊബൈൽ ഫോൺ വേണ്ടാന്ന് വെക്കാൻ നമുക്ക് പറ്റില്ല അല്ലേ. മറിച്ച് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ക്വാളിറ്റി ടൈം ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോണൊക്കെ മാറ്റി വെക്കുക. രാത്രി കിടക്കുന്ന സമയത്ത് നമ്മുടെ നിശ്ചിത അകലം ഫോൺ മാറ്റി വെക്കുക. അങ്ങനെ പരമാവധി റേഡിയേഷൻ ഫ്രീ ആയിട്ടൊക്കെ നല്ല ആരോഗ്യമുള്ള ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഐപ്പിൾസിന്റെ ഒരു എങ്ങനെ ഉപയോഗിക്കണം ഡോസേജ് ഞാൻ നേരത്തെ പറഞ്ഞു, 30 ml ട്വൈസ് എ ഡേ ആണ്. സോ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് എങ്ങനെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു ചെറിയ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ എന്റെ ഈ ഒരു ചെറിയൊരു ടോപ്പിക് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓവർ ടു ദി ബ്യൂട്ടിഫുൾ MC ഷഹീർ സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫവാസ് സാർ. യെസ്, ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും നമ്മൾ